മാത്രമല്ല ഇവിടുന്ന് ഏറ്റവും കൂടുതൽ വജ്രം, ഏറ്റവും കൂടുതൽ ടെക്സ്റ്റൈൽസ്, അതുപോലെ ഫ്രൂട്ട്സ് എല്ലാം അമേരിക്കയിലേക്കാണ് നമ്മൾ കയറ്റി. റഷ്യയിലേക്കല്ല കയറ്റുമതി ചെയ്യുന്നത്. റഷ്യക്ക് അത് മേടിക്കാനുള്ള കാശുമില്ല. അപ്പോൾ അമേരിക്കൻ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ നമുക്കത് വലിയ തിരിച്ചടിയാണ്. ഓക്കെ. മാത്രമല്ല അമേരിക്കനെ നമ്മൾ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മൾ ഈ ചൈനയുടെയും ഈ റഷ്യൻ്റെയും ഒരു സർക്കിൾ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ റഷ്യ ഒക്കെയാണ്. പക്ഷേ ഈ ചൈനയാണ് നമുക്ക് അങ്ങനെ കണ്ടുപിടിച്ച് വിശ്വസിക്കാൻ പറ്റില്ല. ചൈനയും പാകിസ്ഥാനും ഒരു നല്ല ബന്ധമാണ്. മാത്രമല്ല ചൈനയും നമ്മളൊരു കോൺഫ്ലിക്റ്റിൽ എല്ലാ സാധ്യതയുണ്ട്. നമ്മളെ വാർ കമാൻഡ് തന്നെ ഇപ്പോൾ പിന്നെ 2 തിയേറ്റർ ആയിട്ടാണ്. ഒന്ന് പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിനും, ഒരേ സമയം പാകിസ്ഥാനും ചൈനയും യുദ്ധം ചെയ്യാവുന്ന രീതിയിലാണ് നമ്മുടെ മിലിറ്ററിയെ ഇപ്പോൾ സജ്ജമാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഭീഷണി അവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇനി ഈ ഹൈപ്പ് കാണുമ്പോൾ എനിക്ക് ഭ്രാന്ത് എടുക്കുക. ഇത്രയും ഹൈപ്പിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. കാരണം അമേരിക്കൻ അങ്ങനെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞ് ഒന്നും നമുക്ക് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല. മാത്രമല്ല ടെക്നോളജി ട്രാൻസ്ഫർ എത്രത്തോളം ചെയ്യും എന്നുള്ള വലിയ ചോദ്യമാണ്. Su-57 ഫുൾ ടെക്നോളജി ട്രാൻസ്ഫർ ഇന്ത്യക്ക് ചെയ്യും എനിക്ക് ഒരു ഉറപ്പില്ല കാര്യത്തിൽ. കാരണം അത് അവരുടെ ഒരു എന്താ പറയുക. അപ്പം നമ്മൾ സ്വന്തമായിട്ട് പണ്ടേ റോക്കറ്റൊക്കെ ഉണ്ടാക്കി നമ്മൾ മുകളിലോട്ട് വിട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളെവിടെയൊക്കെ പോയിട്ടുണ്ട്. ചന്ദ്രയാനുണ്ട്, മംഗളയാനൊക്കെ ഉണ്ട്. പക്ഷെ സ്വന്തമായിട്ട് ഒരു ഫൈറ്റർ ജെറ്റ് എഞ്ചിൻ, വിമാനത്തിന് എഞ്ചിൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. സ്വന്തമായിട്ട് കാർ എഞ്ചിൻ നമ്മൾ അടുത്ത കാലത്ത് ഉണ്ടാക്കിയത് ടാറ്റയും മഹീന്ദ്രയും. മഹീന്ദ്ര തന്നെ ബോഷിന്റെ ടെക്നോളജി ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയത്. ടാറ്റ എന്താണെന്ന് എനിക്കറിയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് നമ്മുടെ അവസ്ഥ. ടാറ്റ ആദ്യമായി സ്വന്തമായിട്ട് ഉണ്ടാക്കിയ കാർ ആരും മേടിക്കില്ല എഞ്ചിൻ. കാരണം ഇൻഡിക്കേൻ്റെ പമ്പിന് പ്രശ്നം, ഇതിനൊക്കെ പ്രശ്നമായിരുന്നു. ഇപ്പോഴാണ് ടാറ്റയുടെ എഞ്ചിൻ നന്നായിട്ട് നന്നായി. അപ്പം നമുക്കിങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അവരുടെ അന്ന് ക്രയോജനിക് സാങ്കേതിക വിദ്യ നമുക്ക് ഇൻഡയറക്റ്റ്ലി കൈമാറ്റം ചെയ്തെങ്കിൽ തന്നെ, അതാണല്ലോ നമ്പിതാനൊക്കെ ഉൾപ്പെട്ട സംഭവം. അതവിടുന്ന് കള്ളക്കടത്ത് നടത്തിയാൽ മൂപ്പർ ഇങ്ങോട്ട് കൊണ്ടുപോകും. അത് തിരിച്ചിട്ടാണ് മൂപ്പര് മേലിൽ കേസെടുത്തത്. അത് വേറെ താല്പര്യമായിരുന്നു.